വെൽക്കം ടു കവൈ ക്രാഫ്റ്റ് വിത്ത് മീര. അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോണത് ഒരു ഗിഫ്റ്റ് ഐഡിയ ആണ് കേട്ടോ. മീൻസ് ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുക്കണമല്ല, ഞാൻ ഗിഫ്റ്റ് ഉണ്ടാക്കുകയാണ്. എൻ്റെ രണ്ട് ഫ്രണ്ട്സിനും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവരെ നെയിം വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോണത്. അവരുടെ ഫേവറേറ്റ് കളർ വെച്ച് നെയിം വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോണത്. പിന്നെ ഡിസൈൻസ് ഒക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം എന്താ വെച്ചാൽ ഞാൻ ക്ലോത്തിലാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ആദ്യം ചെയ്യുമെന്ന് വെച്ചിട്ട് രണ്ടുപേരാണ് കേട്ടോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. അവരുടെ പേര് ശ്രീഭദ്ര എന്നും കീർത്തി എന്നാണ്. അവർ വീഡിയോ കണ്ടോയെന്നറിയില്ല. അപ്പോൾ അവർക്കാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ആരുടെ പേര് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ രണ്ട് കുറി പോലെ എഴുതിയിട്ടുണ്ട്. ഞാൻ ആരെയെങ്കിലും എടുക്കും. അപ്പോൾ ആരെ എടുക്കണം അവരുടെ ആദ്യം ഉണ്ടാക്കും കേട്ടോ. ഞാൻ കണ്ണടച്ചിട്ടാണ് എടുക്കാൻ പോണത്. ഞാൻ എടുത്തു കേട്ടോ. ആരാണോ? ശ്രീഭദ്രയുടെയാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം കീർത്തിയുടെ ഞാൻ സെക്കൻഡ് ചെയ്യും. എല്ലാവരെയും ഒരേപോലെ തന്നെയാണ് കേട്ടോ. എന്നാൽ ഫസ്റ്റ് ആരാ ചെയ്യാന്നുള്ളൊരു സംശയത്തിലാണ് എടുത്തത്. ഞാൻ ശ്രീഭദ്രയുടെ ചെയ്യാൻ പോവാണ് കേട്ടോ ക്ലോത്തിൽ. അപ്പം ഞാനൊരു താഴെ ഒരു നിങ്ങൾ ചെയ്യുമ്പോൾ താഴേക്ക് പകരാണ്ടിരിക്കാൻ എന്തെങ്കിലും വെക്കാം കേട്ടോ. ഞാനൊരു വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിനി ഞാൻ ആൽക്കഹോൾ മാർക്കേഴ്സാണ് എടുത്തിരിക്കണത്. ഞാൻ ചെയ്യാൻ തുടങ്ങുകയാണ്. അവളുടെ ഫേവറേറ്റ് കളർ എന്ന് പറയുന്നത് വയലറ്റ് ആണ്. അതുകൊണ്ട് ഞാൻ വയലറ്റ് എടുക്കണത്. അത്ര വലിയ തുണി ആവശ്യമുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഇതിനെ കട്ട് ചെയ്യും കേട്ടോ. അവസാനം നോക്കിയിട്ട് കട്ട് ചെയ്യും. അങ്ങനെ ഞാൻ കണകുണാന്നൊക്കെ വരച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് എനിക്ക് വരയ്ക്കാനുള്ളത് 6 കേട്ടോ. ശ്രീഭദ്രയുടെ 6 ഞാൻ അങ്ങനെ വരച്ചതിന് ഇനി ആണ്. ഈ വരയ്ക്കാൻ അത്ര പ്രയാസമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് എൻ്റെ 6 കണ്ടിട്ട് എന്താ വൈ പോലെയൊക്കെ തോന്നില്ല. ചെറിയ വൈ. കുഴപ്പമൊന്നുമില്ല അല്ലേ. എനിക്ക് എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടൊക്കെ. ഞാൻ അതിന് ഇത്തിരി സെറ്റാക്കണം. നമ്മൾ ഇനി വരയ്ക്കാൻ പോവുകയാണ്. എനിക്ക് ആ തെറ്റ് അവസാനം പറ്റി. ഞാൻ വിചാരിച്ച ഒരു കാര്യം നടന്നില്ല. 2 തെറ്റാണ് പറ്റിയത്. ആദ്യത്തെ കാര്യം എന്താ വെച്ചാൽ ഞാൻ വിചാരിച്ചു മാർക്കർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ വരയ്ക്കാമെന്ന്. അല്ല, ഞാൻ ആദ്യമൊക്കെ ഞാൻ മറ്റേതുകൊണ്ടാണ് വരയ്ക്കാറ്. എന്താ ഫെവി സോറി. അപ്പം ഞാൻ ആൽക്കലിക് കളർ കൊണ്ടാണ് ഇപ്പോൾ വരയ്ക്കാറുള്ളത്. പക്ഷെ ഇപ്പം ഞാൻ ആൽക്കഹോളിക് മാർക്കേഴ്സ് കൊണ്ട് വരച്ച് നോക്കി. എളുപ്പമാവോ നോക്കാനായിട്ട്. നടന്നില്ല. എന്തായാലും ഇപ്പം ഇതുകൊണ്ട് വരച്ചതല്ലേ, നോക്കാം. രണ്ടാമത്തെ പറ്റിയ തെറ്റെന്താണെന്ന് വെച്ചാൽ സ്ഥലം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് സംശയം. ഭദ്ര എന്നുള്ളത് ഇത്രയും ഉള്ള സ്ഥലത്തിൽ എഴുതണം ഞാൻ. അതാണ് കഷ്ടം. എന്നിട്ട് ഇപ്പുറത്തെ സ്ഥലം ഫ്രീ ആയിട്ട് ഇവിടെ കിടക്കും. ഓരോ തെറ്റ് എന്താ ചെയ്യുക. അപ്പം അങ്ങനെ ഞാൻ കുഴപ്പമില്ലാണ്ട് വരച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നല്ല തുമ്മലുണ്ട് കേട്ടോ ചെറുതായിട്ട്. പിന്നെ എച്ചാണ്. എച്ചും അങ്ങനെ ഞാൻ ഏകദേശം വരച്ച് കഴിഞ്ഞു. അതിനുശേഷം എ ആണ് കേട്ടോ. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കൂ പ്ലീസ്. ഉണ്ടോ? എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. എച്ചപ്പം നമ്മൾ ചെയ്തതിന് ശേഷം എ ചെയ്യാണ്. ഇനി ഡി എഴുതിയിട്ട് 6A ഒക്കെ എഴുതണം. അപ്പോൾ അതാറ്റെത്തും. അപ്പോൾ എങ്ങനെ ചെയ്യണാവോ? അയ്യോ, എ കോളായി തോന്നൂട്ടൊക്കെ. എഴുതാറില്ല. സാരില്ല, അവൾക്കല്ലേ, അഡ്ജസ്റ്റ് ചെയ്യാം.
ശ്രീഭദ്ര അഡ്ജസ്റ്റ് ചെയ്തോളൂ. അഡ്ജസ്റ്റ് ചെയ്യില്ലേടി. അപ്പം അങ്ങനെ ഞാൻ ഡി എഴുതി. കീർത്തിയുടെ പേര് ഇത്രയൊന്നുമില്ല കേട്ടോ. ശ്രീഭദ്രയുടെ വലിയ പേരാണ്. ഞാൻ അവളുടെ നിക്ക് നെയിം വെച്ചാലോ വിചാരിച്ചു. നിക്ക് നെയിം വെച്ചാൽ അവൾ എന്നെ കൊല്ലും. അതുകൊണ്ടാണ് അവൾക്ക് അവളുടെ നിക്ക് നെയിം വെക്കണേ. കാരണം ശ്രീഭദ്ര എന്ന് വയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഡി വെച്ചു. നന്നായിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. പിന്നെ 6 വീണ്ടും എഴുതിയിട്ടോ. അവളുടെ പേരൊക്കെ ഇത്ര വലുതായതുകൊണ്ട് എന്ത് കഷ്ടമാണ് എഴുതാൻ. പിന്നെ വീണ്ടും ഒരു എ അടുത്തേ കോളാക്കാനുള്ള ഇതിലാണ്. കണ്ടേ മാത്രം എൻ്റെ ശരിയാവണില്ല. അപ്പോൾ ശ്രീഭദ്ര എന്ന് എഴുതി കഴിഞ്ഞു. നല്ല വൃത്തിയിൽ കൊളായുണ്ട്. ഇനി നമുക്കിതിൽ കുറേ ആർട്ട് വർക്കൊക്കെ ചെയ്യണം. അതിന് മുമ്പ് നമുക്കിനി കീർത്തിയുടെ പേര് എഴുതാം. അപ്പോൾ ശ്രീഭദ്രയുടെ പേരിങ്ങനെ എഴുതി കഴിഞ്ഞു കേട്ടോ. ശേഷം ഞാൻ കീർത്തിയുടെ പേരാണ് എഴുതാൻ പോകുന്നത്. അടുത്തത് സത്യം പറഞ്ഞാൽ കീർത്തിയുടെ ഫേവറേറ്റ് കളർ എന്ന് പറയാനായിട്ട് ഇപ്പം പ്രത്യേകിച്ച് അവൾക്ക് അങ്ങനെ ഇഷ്ടമുള്ള കളറൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നിയ ഒരു കളർ വെച്ചിട്ട് ഞാൻ കുറച്ച് കളേഴ്സൊക്കെ ചില സ്ഥലത്തൊക്കെ മിക്സ് ചെയ്ത് എഴുതാനാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ പിന്നെ അവൾക്ക് ശ്രീഭദ്രയ്ക്ക് കൂടുതൽ ഇഷ്ടം BTS. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ശ്രീഭദ്രയ്ക്ക്. പിന്നെ കീർത്തിക്ക് പൂച്ചേനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആ ഒരു ഡിസൈനൊക്കെ വെച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ കീർത്തിക്ക് ബ്ലൂ വെച്ചിട്ടാണ് കേട്ടോ എഴുതുന്നത്. കെ എഴുതി, പിന്നെ ഇ എഴുതി, ഇനി ഒരു ഇ ഉണ്ട്, പിന്നെ ഒരു RTHI. അവളുടെ പേര് പിന്നെ ഇത്തിരി സിമ്പിളാണ് കേട്ടോ എഴുതാൻ. പക്ഷേ ഏറ്റവും സിമ്പിൾ പേര് എഴുതാനായിട്ട് എൻ്റെയാണ്. കാരണം എൻ്റെ ആകെ 5 വേർഡേ ഉള്ളൂ. ഇവരുടെ എത്ര വേർഡുണ്ട് വെച്ച് കഴിഞ്ഞാൽ ശ്രീഭദ്രയുടെ ഞാൻ ഇതുവരെ എണ്ണിയിട്ടില്ല. കീർത്തിയുടെ എനിക്ക് തോന്നുന്നു 7 വേർഡോ മറ്റുണ്ടെന്ന്. പക്ഷെ എൻ്റെ വേർഡാണ് ഇത്തിരിയും കൂടെ എളുപ്പത്തിൽ. 5 വേർഡ്സേ ഉള്ളൂ. വേർഡല്ല, സോറി, ലെറ്റേഴ്സാണ് ഉദ്ദേശിച്ചത്. വേർഡ് എന്നറിയാണ്ട് പറഞ്ഞു പോയതാ. അപ്പോൾ 5 ലെറ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഫുൾ നെയിമിന് വേറെയാണ്. പക്ഷെ നോർമൽ എൻ്റെ പേര് എഴുതുമ്പോൾ ആകെ 5 ലെറ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ കീർത്തിയുടെ പേരിൽ 7 ലെറ്റേഴ്സും ശ്രീഭദ്രയുടെ പേരിൽ എത്ര ലെറ്റേഴ്സാണ് വെച്ചേനാ 2, 4, 6, 8, 10 ലെറ്റേഴ്സ് ഉണ്ട് കേട്ടോ ശ്രീഭദ്രയുടെയിൽ. 10 ലെറ്റേഴ്സാണ് ശ്രീഭദ്രയ്ക്കുള്ളത്. എന്താ നോക്കിയേ, 5, 7, 10 കണക്ക്. എനിക്ക് ശരിക്കും ഫുൾ നെയിം വെച്ചൊക്കെ എൻ്റെ 10 ലെറ്റേഴ്സ് ഉണ്ട് കേട്ടോ. കീർത്തിയുടെ പേര് നല്ല സിമ്പിളായിട്ട് എനിക്ക് എഴുതാൻ പറ്റി. കീർത്തി നല്ല സിമ്പിളായിട്ട് എനിക്ക് എഴുതാൻ പറ്റി. എന്നും കീർത്തിയുടെയും പേര് ഏകദേശം ഒരേപോലെയാണ് കേട്ടോ. കാരണം മീര എന്നുള്ളതിൽ MEERA ആണ്. കീർത്തിയിൽ ആ ഒരു 3 വേർഡ്സ് സെയിം ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഉള്ള വേർഡ് എനിക്ക് എഴുതാൻ എളുപ്പമാണ് കേട്ടോ. ശ്രീഭദ്രയുടെ എളുപ്പമാണ് എഴുതാൻ, പക്ഷേ ക്ലോത്തിലൊക്കെ എഴുതുമ്പോൾ ഒത്തിരി കഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഞാൻ ശ്രീഭദ്രയുടെ BTSൻ്റെ ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. കീർത്തിയുടെ പൂച്ചേനെയും ശ്രീഭദ്രയുടെ ചെയ്യാം. എന്താ ശ്രീഭദ്രയുടെ ഞാൻ ആലോചിക്കുകയാണ്, ഈ ശ്രീഭദ്രയുടെ ഇവിടുത്തെ സൈഡൊക്കെ വെട്ടിക്കളഞ്ഞാലോ ഒന്ന് ഇവിടുത്തെ സെയിമാക്കാൻ. നമുക്ക് നോക്കാം. ഞാൻ ആദ്യം ശ്രീഭദ്രയുടെ ഇതിൽ എൻ്റെ ഒരു സ്റ്റാമ്പ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്മൈലി. ഈ സ്റ്റാമ്പ് അതിൽ വർക്കാവുമോ എന്നൊരു സംശയമുണ്ട്. എന്നാലും വെച്ച് കൊടുക്കാം. സ്റ്റാമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കീർത്തിയുടെയിലും വെച്ച് കൊടുക്കണം. എൻ്റെ സ്റ്റാമ്പാണത്. അതിന് ശേഷം നമുക്ക് കുറച്ച് സ്റ്റിക്കറൊക്കെ ഒട്ടിക്കാൻ വേണമെങ്കിൽ എനിക്ക് കൂടുതൽ വരയ്ക്കണം എന്ന ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ ആദ്യം ശ്രീഭദ്രയുടെയിൽ കുറച്ച് ഇതൊക്കെ ചെയ്യാൻ പോകാം. കുറച്ച് നമുക്ക് റെഡ് മാർക്കേഴ്സ് കൊണ്ട് കുറച്ച് ലവ് ഷേപ്പൊക്കെ ഇട്ട് കൊടുക്കാം.
കുഞ്ഞു കുഞ്ഞു ലവ് ഷേപ്പാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കണം. അങ്ങനെ ഞാൻ കുറച്ച് ലവ് ഷേപ്പൊക്കെ ഇട്ടു. ഇനി നമുക്ക് ഇത്രയും കൂടി ലവ് ഷേപ്പൊക്കെ ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് BTSൻ്റെ ഒക്കെ വർക്കാണ്. സത്യം പറഞ്ഞാൽ ഞാൻ അധികം BTSൻ്റെ അധികം കാണാറില്ല. ബ്ലാക്ക് പിങ്കിൻ്റെ അധികമൊന്നും ഞാൻ അങ്ങനെ അധികം ഞാൻ നോക്കാറില്ല. പക്ഷെ കൂടുതലും BTSൻ്റെ നോക്കാറുള്ളത് ശ്രീഭദ്രയാണ്. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ BTSൻ്റെ എന്തൊക്കെ സാധനം എന്നൊക്കെ നോക്കിയിട്ട് വരാം കേട്ടോ. അറിയാം, എന്നാലും നമ്മൾ ഒരിക്കലും തെറ്റ് പറ്റരുതല്ലോ. അതുകൊണ്ട് നമ്മളെപ്പോഴും അതിനെ നമ്മൾ പെർഫെക്റ്റ് ആക്കി വെക്കണം. അതുകൊണ്ട് ഞാനിങ്ങനെ കുറച്ച് ലവ് ഷേപ്പ് ഇട്ടിട്ടുണ്ട്. നമുക്ക് BTSൻ്റെ നോക്കണം. ഇങ്ങനെ ഞാൻ BTSൻ്റെ ഒരു എംബ്ലം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ തന്നെയാണോന്ന് എനിക്കൊരു ചെറിയൊരു സംശയം ഉണ്ടാവും. ഞാൻ BTSൻ്റെ ഇതൊക്കെ കണ്ടിട്ട് കുറേ നാളായി. അപ്പം ഞാൻ ഈ ഒരു മാർക്കർ വെച്ച് ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി BTS എഴുതാം, അത് എളുപ്പമാണ്. നമുക്ക് ഇത്തിരി എഴുതി കൊടുക്കാം. പിന്നെ BTSൻ്റെ കുറച്ച് ജിന്നും വീനിയും പിന്നെ ജയ്ഹോപ്പും അങ്ങനത്തെ കുറച്ച് പേരിനെ എനിക്കറിയാം, അവരുടെ എഴുതി കൊടുക്കാം. BTS ബ്ലാക്ക് പിങ്കിൻ്റെ എംബ്ലം എനിക്കറിയാം, BTSൻ്റെ ആണ് എനിക്കറിയാത്തത് കേട്ടോ. ബ്ലാക്ക് പിങ്കിൻ്റെ ഞാൻ പിന്നെ ഇത്തിരി കണ്ടിട്ടുണ്ട്. BTS മാത്രമാണ് ഞാൻ പിന്നെയും കാണൽ കുറവുള്ളത്. പിന്നെ വീനാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുക്കുന്നുണ്ട്. ജിന്നിന് ഇവിടെ ഇതുണ്ട്. പിന്നെ ജയ്ഹോപ്പിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജയ്ഹോപ്പിൻ്റെ മാത്രം ഇവിടെ ചെറിയൊരു പണി കിട്ടിയിട്ട് അത് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ മാറ്റാം. നമുക്ക് എന്തെങ്കിലും സിമ്പിളൊക്കെ വെച്ച് സെറ്റാക്കാമല്ലോ. എന്നിട്ട് ജിന്ന് BTS പിന്നെ ആ ഒരു എംബ്ലം. ശ്രീഭദ്രയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള 2 ക്യാരക്ടറാണ് ജിന്നും വിയും. അപ്പം ഞാൻ അവരുടെയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ അധികമൊന്നും ഞാൻ ചെയ്യണില്ല. പിന്നെ കുറച്ച് സ്റ്റാറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നും അവളുടെ തലയിൽ നിന്ന് പോകാനുള്ള സാധനമാണ് സ്റ്റാർ. അതിട്ട് കൊടുക്കാം. പൂ പോലെയൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നുണ്ട് സ്റ്റാർ. എന്നാൽ ആ ഒരു ക്ലോത്തിലായി വരുമ്പോൾ ഒരു പൂ പോലെയൊക്കെ ഉള്ളൊരു ഇത് വരണം. പൂവ് സ്റ്റാർ എന്തായാലും നമുക്ക് കുറച്ച് ഭംഗിയാക്കാം, കുളവുമാക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് എന്തായാലും തല്ലിക്കൊല്ലുമെന്ന് ഉറപ്പാണ് കേട്ടോ. അപ്പം ഞാൻ കീർത്തിയുടെ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ. ബൈ ബൈ.